കേസ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെന്നൈയിൻ എഫ്സിക്കെതിരെ നടന്ന മത്സരത്തിൽ 3-0 എന്ന് പറയുന്ന ഒരു വിജയം സ്വന്തമാക്കിയല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു മത്സരത്തിൽ ആ ഗോളുകളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഗോളുകളെ പറ്റി എന്താണ് ഡിസ്കസ് ചെയ്യാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ നമ്മൾ മത്സരങ്ങളൊക്കെ വിജയിക്കുന്ന സമയത്ത് പലപ്പോഴും ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് എന്നൊക്കെയുള്ള രീതിയിൽ പറയാറുണ്ട്. പക്ഷേ ഈ 3 ഗോളുകളാണെങ്കിലും അങ്ങനെ തരത്തിൽ പറയാൻ പറ്റില്ല. കാരണം ഒരു ടീം വർക്കിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് തന്നെ ഈ 3 ഗോളുകളെയും വിശേഷിപ്പിക്കാം എന്നുള്ളതാണ്. അപ്പം അത് ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ടത് തന്നെയാണെന്ന് ആ 3 ഗോളുകൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു. അതാണ് ഈ ഒരു വീഡിയോ സ്പെഷ്യലായിട്ട് എടുത്ത് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ഇതിൽ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള 2 കാര്യങ്ങൾ കൂടി സംസാരിക്കാമായിരുന്നു. അതായത് 2 ഗോളുകൾ കൂടി വരാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതും ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ഒരു സെറ്റ് പീസ് സിറ്റുവേഷനിൽ നിന്ന് ഒരു ഗോൾ വന്നേനെ, കോർണറിൽ നിന്ന് നമുക്കറിയാം ലൂണ കൊടുത്തിട്ടുള്ള ഒരു ബോള് ഹെസൂസ് ഹെഡ് ചെയ്തു. പക്ഷേ അതൊരു ഗോളിങ് ഒരു ക്ലിയറൻസ് അവരുടെ താരം ബ്രാംവില്ല നടത്തി. അല്ലെങ്കിൽ നമുക്ക് അതും ഡിസ്കസ് ചെയ്യാമായിരുന്നു. അതുപോലെ തന്നെ സന്ദീപിൻ്റെ ഒരു ഉഗ്രൻ ക്രോസ് വന്നു, അത് പോസ്റ്റ് തട്ടിപ്പോയ ഇൻസിഡൻറ്റ്. എന്താണെങ്കിലും അതിനേക്കാളൊക്കെ ഒരു ടീം വർക്കിൽ നിന്ന് പിറന്നിട്ടുള്ള, അതായത് ബിൽഡപ്പ് ഒന്നുമല്ല, പക്ഷേ ആ ഒരു ഓരോ പ്ലേയേഴ്സ് ഇൻവോൾവ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്ലേയേഴ്സ് ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് ആ ഗോൾ വന്നതെന്നുള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ പോലെ 3 ഗോൾസ് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് തോന്നുന്നത്. എന്നാണെങ്കിലും അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറയാം. ഇപ്പോൾ പലരും കഴിഞ്ഞ വീഡിയോസിൻ്റെ ഒക്കെ കമ്പോസ് ഞാൻ മറ്റേ ചിലയിടത്ത് വെക്കുന്നുണ്ട്. ഇപ്പം കോർണർ ഷീൽഡ്സ് എന്ന് പറയുന്ന അവരുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ കളിക്കാത്തതുകൊണ്ടാണ് അവർക്ക് പ്രശ്നങ്ങൾ വന്നത്. സോ അതിൽ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്ത് അതിനെപ്പറ്റി സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഒരു മത്സരം നമ്മൾ തോൽക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, അതുപോലെ തന്നെ നല്ലൊരു വിജയം സ്വന്തമാക്കുന്ന സമയത്ത് ഫാൻസ് ആഘോഷിക്കും. അതിനുവേണ്ടിയാണല്ലോ നമ്മൾ ഇതിനെ സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ കോർണർ ഷീൽഡ്സിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞാലേ, കഴിഞ്ഞ മാച്ചിലൊക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട താരമായിരുന്നു നവാസ് അതോ ഇല്ലായിരുന്നു. സോ അങ്ങനെയാണ് നമുക്ക് പരാജയപ്പെട്ടത്. അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പ്ലെയറിലൊന്നും അല്ല ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങൾ. അപ്പം അത് മൂവ് ഓൺ ചെയ്ത് അതെങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളിടത്താണ് ആ പറഞ്ഞ പോലെ ഗോൾസ് വരുന്നത് അല്ലെങ്കിൽ പോയിന്റ്സ് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഈ 3 ഗോളിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം നമുക്ക് ബിൽഡപ്പിൽ നിന്ന് ഗോളുകളൊന്നും വന്നിട്ടില്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഈ പറഞ്ഞ ഒരു ടീം വർക്ക്, അത് ഈ 3 ഗോളുകൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ഇപ്പം ആദ്യത്തെ ഗോള് അത് ഹെസൂസ് അടിച്ചിട്ടുള്ള ഒരു ഗോളാണ്. ആ ഗോൾ വന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം മിലോസ് ആണ് ആ ഒരു ലോങ് ബോൾ കൊടുക്കുന്നത്. മിലോസിൻ്റെ ഒരു അറ്റാക്കിംഗ് കോൺട്രിബ്യൂഷനിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് അദ്ദേഹത്തിൻ്റെ ലോങ് ബോൾസ്. അദ്ദേഹം ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് ലൂണയെ ലക്ഷ്യമാക്കി കൊടുക്കുന്നു. സോ അവിടെ ലൂണയെ ബീറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ലൂണയെ മാർക്ക് ചെയ്യാനായിട്ട് അവരുടെ ഒരു പ്രതിരോധ താരമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ബീറ്റ് ചെയ്യുന്നത്, അദ്ദേഹം ആ ബോൾ തൻ്റെ തല കൊണ്ട് ബോക്സിനകത്തേക്ക് ഒരു ഡയറക്ഷനിലേക്ക് വിടുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് ആ ഡിഫൻഡറെ ബീറ്റ് ചെയ്തിട്ട് അദ്ദേഹം റൺ ചെയ്തു. അതൊരു ഉഗ്രൻ കട്ട് ബാക്ക് കൊടുത്തു. സോ ആ സമയത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഓൾറെഡി ചെന്നൈൻ്റെ ഡിഫൻഡേഴ്സും അല്ലെങ്കിൽ ഗോൾ കീപ്പേഴ്സും ഒക്കെ അവിടെ സന്നിധരായിരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ അങ്ങനത്തെ ഒരു കട്ട് ബാക്ക് വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സൊക്കെയാണ് ചെയ്യുന്നത്, ഡയറക്റ്റ് വന്ന് ഷോട്ട് അടിക്കുക എന്നുള്ളതാണ്. അപ്പം അവിടെ കോറു സിംഗ് ഫസ്റ്റ് ടൈം ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ബോള്, ആ കട്ട് ബാക്ക് കിട്ടിയിട്ടുള്ള ഒരു ബോള് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ഹെസൂസിന് കൊടുക്കണം. കാരണം ഹെസൂസ് ജസ്റ്റ് ആ ഒരു ഗോൾ പോസ്റ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുകയാണ്. എന്നാൽ അദ്ദേഹം ഓഫ് സൈഡും അല്ല ഓൺ സൈഡായിട്ട് നിൽക്കുന്ന സാഹചര്യമാണ്. കൊടുത്തു. ഫസ്റ്റ് ടൈം അദ്ദേഹത്തിന് ആ ഒരു ഗോള് അടിക്കാനായിട്ട് സാധിച്ചു. അതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സെലക്ഷൻ തന്നെയാണ് കോറു സിംഗ്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞാണ്, ഒരു 17 വയസ്സുള്ള താരമാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു വലിയ ക്രെഡിറ്റ് ഉണ്ട്. മൊത്തത്തിൽ ആ ഒരു ടീം വർക്കിനും അതിന് ആ ഒരു ക്രെഡിറ്റ് കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ഗോളിലേക്ക് വരുന്നൊരു സമയത്ത്, ആ സെക്കൻഡ് ഗോൾ അടിച്ചത് നോവ ആണ്, അത് അസിസ്റ്റ് ചെയ്തത് ലൂണയാണ്. പക്ഷേ അവിടെ രാഹുൽ KP എന്ന് പറയുന്ന ഒരു താരമാണ് ആ ഒരു ഗോളിലേക്ക് വരാൻ ഒരു പ്രധാന ഫാക്ടറായതെന്ന് ഞാൻ പറയും. കാരണം സെൻട്രൽ ഹാഫിൽ ചെന്നൈയിൻ എഫ്സിയുടെ പൊസിഷനിൽ ഉണ്ടായിരുന്ന പന്താണ്. അതിൽ ഒരു എക്സ്ട്രാ വർക്ക് നടത്തിയിട്ടാണ് രാഹുൽ KP ആ ഒരു ബോൾ വിൻ ചെയ്യുന്നത്. ഓഫ് ദ ബോൾ ഒരു വർക്ക്, അത് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയാണ്. അത് നടത്തിയിട്ട് അത് കൃത്യമായിട്ട് ലൂണയ്ക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ലൂണ ആ ബോൾ പ്രോഗ്രസ് ചെയ്തിട്ടുള്ളൊരു റൺ നടത്തുന്നു. സോ പെട്ടെന്ന് ആ ഒരു ട്രാൻസിഷൻ ഇതിലായതുകൊണ്ട് തന്നെ ചെന്നൈയിൻ എഫ്സിയുടെ ഡിഫൻസ് ഒരു കൃത്യമായിട്ടുള്ള ഷേപ്പിലല്ലായിരുന്നു. നോവ ഫ്രീ ആയിരുന്നു. അദ്ദേഹത്തിന് കൃത്യമായിട്ട് ആ ലെഫ്റ്റ് സൈഡിലേക്ക് ആ ഒരു ബോൾ കൊടുക്കുന്നു. അദ്ദേഹം ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് അദ്ദേഹം ഈസിലി അത് ഫിനിഷ് ചെയ്യുന്നു. അങ്ങനെയാണ് ആ ഒരു ഗോൾ വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു ആക്ഷൻ, ആ രാഹുലിൻ്റെ ഒരു ആക്ഷനാണ് ആ ഒരു ഗോളിലേക്ക് ലീഡ് ചെയ്യാനായിട്ട് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് മാറിയത്. ഈ തേർഡ് ഗോൾ രാഹുൽ KP ആണ് അടിച്ചതെങ്കിലും എല്ലാവരും നോവയ്ക്കാണ് ആ ഒരു ക്രെഡിറ്റ് കൊടുക്കുന്നത്. പക്ഷേ മറ്റു ചില കാര്യങ്ങൾ കൂടി ഇതിലും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ,
അത് ചെന്നൈയിൻ എഫ് സിക്ക് അനുകൂലമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഫ്രീ കിക്ക് സിറ്റുവേഷൻ ആണ്. അത് ക്ലിയർ ചെയ്യാണ് സന്ദീപ്, ഒരു ഹെഡർ ക്ലിയറൻസ്. അത് ഫസ്റ്റ് ടൈം നോവക്ക് കിട്ടുന്നു. നോവ അത് ഫസ്റ്റ് ടൈമായിട്ട് തന്നെ വിപിന് കൊടുക്കുന്നു. ആ ഒരു ബോൾ ബൗൺസ് ചെയ്ത് വരുന്ന ഒരു സമയം കൊണ്ട് നോവ ഒരു ഓഫ് ദ ബോളിൽ ഒരു അറ്റാക്കിംഗ് റണ്ണ് നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം വിപിനും ഒന്നും കാത്തു നിന്നില്ല, ബോൾ ഹോൾഡ് ചെയ്യാനും നിന്നില്ല. ഒരു കൗണ്ടറിനെ എങ്ങനെ സമീപിക്കുന്നു ആ ഒരു തരത്തിൽ തന്നെ ആ ഒരു ബോൾ നോവയെ ലക്ഷ്യമാക്കി കൊടുക്കുകയാണ്. പിന്നീട് നോവയുടെ ഒരു ഓട്ടമാണ് ആ ഒരു 90 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ. അവിടെ ഡിഫൻഡർ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തെ ബീറ്റ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ബോൾ കൊടുക്കുന്നത് വിപിൻ ഈ ബോൾ കൊടുക്കുന്നു, നോവ കുറച്ചധികം മുൻപിലാണ്, അതിൻ്റെ തൊട്ടുപുറയിൽ ചെന്നൈയിൻ എഫ് സിയുടെ ഡിഫൻഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വിപിനും രാഹുൽ കെപിയും ഏതാണ്ട് ഒരേ പൊസിഷനിലായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നോവ ഈ റൺ നടത്തി അവിടെ ചെല്ലുന്ന സമയത്ത് രാഹുൽ കെപി കൃത്യമായിട്ടുള്ള ആ പൊസിഷനിൽ റൺ ചെയ്ത്, അതാണ് കൗണ്ടർ സിറ്റുവേഷനിൽ നമ്മൾ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് രാഹുൽ കെപിയുടെ ആ ഒരു പേസ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് എന്നുള്ളത്. അപ്പം ആ കൃത്യമായിട്ടുള്ള റൺ നടത്തിയത് കൊണ്ടാണ് ആ ഒരു ഗോൾ നമുക്കൊരു 100% ഷ്യൂരിറ്റി വരുത്താനായിട്ട് സാധിക്കും. കാരണം നോവയ്ക്ക് ഒറ്റയ്ക്കാണ് ആ റൺ നടത്തിയത്, ബോക്സിനുള്ളിൽ ആരും ഇല്ല, അദ്ദേഹം ചിലപ്പോൾ ഷോട്ട് അടിച്ചേനെ, പക്ഷേ അത് ഗോളാകാനുള്ള ചാൻസസ് എത്രത്തോളം എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇത് കൃത്യമായിട്ടുള്ള ആ രാഹുലിൻ്റെ ആ ഒരു റൺ, അത് ചെന്നൈയിൻ എഫ് സിയുടെ താരങ്ങളെയൊക്കെ ബീറ്റ് ചെയ്തുകൊണ്ടെത്തി, അത് ഒരു ഓൺ സൈഡിലായിരുന്നു. അതും രാഹുൽ കെപി ഫസ്റ്റ് ടൈം അത് ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ്. ആ ഒരു കേപ്പബിലിറ്റി അദ്ദേഹത്തിനുണ്ട്. കാരണം ഒന്ന് ഹോൾഡ് ചെയ്തിട്ടൊക്കെ ആണെങ്കിൽ ചിലപ്പം ഗോൾ കീപ്പർ ആ ഒരു കൃത്യമായിട്ടുള്ള പൊസിഷനിലോട്ട് വരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു കാര്യം കൂടി, ആ രാഹുലിൻ്റെ റണ്ണും അല്ലെങ്കിൽ സന്ദീപിൻ്റെ ആ ഒരു ഹെഡർ ക്ലിയറൻസ് കൃത്യമായിട്ട് കിട്ടിയതും വിപിൻ്റെ ആ ഒരു ഫസ്റ്റ് ടൈം പാസും ഇതുമെല്ലാം ഈ ഒരു ഗോളിൽ ഫാക്ടറായി എന്നുള്ളതും നമുക്ക് തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യപ്പെടേണ്ടതാണ്. അപ്പം ഇങ്ങനത്തെ ടീം എഫേർട്സിൽ നിന്ന്, ടീം വർക്കിൽ നിന്ന് വരുന്ന ഗോളുകൾ തീർച്ചയായിട്ടും അതാണ് വരേണ്ടത്. ഇൻഡിവിജ്വൽ ബ്രില്യൻസിനേക്കാൾ ഒരു ടീം വർക്കിൽ നിന്ന് ഗോളുകൾ എങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ സന്തോഷം വരുന്നത്, അല്ലെങ്കിൽ കൂടുതൽ അടുത്ത മത്സരങ്ങളിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ മൂവ്മെൻറ്റ്സ് ഉണ്ടാകുന്നത്, ഇപ്പോൾ ഒരു പ്ലെയർ ഇല്ലെങ്കിലും നമുക്ക് ആ പ്രതീക്ഷ നൽകുന്നതൊക്കെ ഫാക്ടേഴ്സ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇതൊന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നി. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ